റഷ്യയുടെ ആഗ്നേയാസ്ത്രം 1300 ഉക്രൈൻ സൈനികരെ വധിച്ചതായി റഷ്യ. കിഴക്കൻ ഉക്രൈനിൽ അധിനിവേശം ഘടിപ്പിച്ച് റഷ്യൻ സൈന്യം പുതിയ മുന്നേറ്റങ്ങൾ നടത്തുന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഡൊണെറ്റ്സ്ക് മേഖലയിലെ 2 പ്രധാന ഗ്രാമങ്ങൾ കൂടി തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയെന്നാണ് മോസ്കോ അവകാശപ്പെടുന്നത്. പോരാട്ടം അതിതീവ്രമായി തുടരുന്ന കിഴക്കൻ മുന്നണിയിൽ റഷ്യയുടെ ബാറ്റിൽ ഗ്രൂപ്പ് സൗത്ത് നിക്കോളായ് പോൾ ഗ്രാമം പിടിച്ചെടുത്തതായി മന്ത്രാലയം വ്യക്തമാക്കി. വളരെ നിർണായകമായ തന്ത്രപരമായ സ്ഥാനമാണ് ഈ പ്രദേശത്തിനുള്ളതെന്ന് സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. അതേസമയം റഷ്യൻ സൈന്യത്തിന്റെ ബാറ്റിൽ ഗ്രൂപ്പ് സെന്റർ മത്യഷെവോ എന്ന ഗ്രാമത്തിനെയും നിയന്ത്രണം ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കപ്പെട്ടു. ശക്തവും നിർണായകവുമായ ആക്രമണങ്ങളിലൂടെയാണ് ഈ മുന്നേറ്റം സാധ്യമാക്കിയതെന്ന് റഷ്യ പ്രതിരോധ വൃത്തങ്ങൾ വിശേഷിപ്പിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന രൂക്ഷമായ ഏറ്റുമുട്ടലുകളിൽ 1390 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി റഷ്യൻ ആർമി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഉക്രൈൻ നിരകൾക്ക് വൻതോതിലുള്ള ആൾനാശമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മോസ്കോയുടെ അവകാശവാദം. കരമാർഗമുള്ള പോരാട്ടങ്ങൾക്ക് പുറമെ ഉക്രൈന്റെ മുൻനിര സൈനിക താവളങ്ങൾക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെയും റഷ്യൻ വ്യോമസേനയുടെയും പീരങ്കിപ്പടയുടെയും രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായി. ആകെ 147 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മാത്രം റഷ്യൻ ആക്രമണം നടന്നത്. ഉക്രൈന്റെ ഇന്ധന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വ്യോമാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. രാജ്യത്തെ വൈദ്യുതി വിതരണ ശൃംഖല തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നിരവധി ഇന്ധന സംഭരണശാലകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഗതാഗത ശൃംഖലകളും റഷ്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. മുന്നണിയിലേക്ക് യുക്രൈൻ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കുന്ന റൂട്ടുകൾ വിച്ഛേദിക്കുക എന്ന തന്ത്രമാണ് മോസ്കോ ഇവിടെ പയറ്റുന്നത്. ഉക്രൈൻ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ അവരുടെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ കണ്ടെത്തി റഷ്യൻ സേന തകർത്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പോരാട്ടത്തിൽ ഡ്രോണുകളുടെ പങ്ക് നിർണ്ണയിക്കുന്നതിനായി ഇത് ഉക്രൈന് വൻ തിരിച്ചടിയാണ്. ഡൊണെറ്റ്സ്കിന് പുറമെ സുമി, ഖാർക്കീവ് മേഖലകളിലും തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ റഷ്യൻ ഫോഴ്സിന് സാധിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇതിനായി വ്യോമാക്രമണങ്ങളും ഗൈഡഡ് ബോംബ് പ്രയോഗങ്ങളും വ്യാപകമായി നടത്തി. കിഴക്കൻ ഉക്രൈനിലെ ഡൊണെറ്റ്സ്ക് പൂർണ്ണമായി കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ മുന്നേറുമ്പോൾ വലിയ പ്രദേശങ്ങളാണ് യുക്രൈന് ദിവസം തോറും നഷ്ടപ്പെടുന്നത്. സൈനിക ബലത്തിലും ആയുധശേഷിയിലും മുന്നിൽ നിൽക്കുന്ന റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈൻ പട കഠിനമായി ശ്രമിക്കുന്നുണ്ട്. റഷ്യ ഉന്നയിക്കുന്ന നഷ്ടക്കണക്കുകളെക്കുറിച്ചോ ഗ്രാമങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഉക്രൈൻ സൈനിക നേതൃത്വം ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും കിഴക്കൻ മേഖലയിൽ സാഹചര്യം സങ്കീർണമാണെന്ന് കീവ് സമ്മതിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സഹായത്തിൽ അനുഭവപ്പെടുന്ന കാലതാമസവും ആൾബലത്തിന്റെ കുറവുമാണ് പല പ്രദേശങ്ങളിലും യുക്രൈന് തിരിച്ചടിയാകുന്നത്. ഇതിന് മറുപടിയായി റഷ്യൻ വ്യോമതാവളങ്ങൾക്കും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കാൻ യുക്രൈനും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ യുക്രൈനിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും കടുത്ത ദുരിതത്തിലാഴ്ത്തുകയാണ്. ഊർജ നിലയങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാക്കുന്നത് വരും ദിവസങ്ങളിൽ രാജ്യത്ത് വലിയ കറന്റ് കുടിവെള്ളക്ഷാമങ്ങൾക്ക് കാരണമായേക്കാം. സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള കെയ്യു ഭരണകൂടത്തിന്മേൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ പുതിയ വിജയ അവകാശവാദങ്ങൾ. യുദ്ധം കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഡൊണെറ്റ്സ്കിലെ പുതിയ റഷ്യൻ മുന്നേറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത പോരാട്ടങ്ങൾക്ക് വഴിതുറക്കും. പിരിച്ചെടുത്ത പ്രദേശങ്ങൾ നിലനിർത്താൻ റഷ്യയും അവ തിരിച്ചുപിടിക്കാൻ യുക്രൈനും ശ്രമിക്കുന്നതോടെ കിഴക്കൻ മേഖലയിൽ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുക ഉറപ്പാണ്.